ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്ത് അവരുടെ തേർഡ് പാർട്ടി, ഇപ്പോൾ ഫാമിലി ആണെങ്കിലും പേരൻസ് ആണെങ്കിലും നിങ്ങളെ ഉപേക്ഷിക്കുന്നതിന് അവർ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് കളയുവാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർ നന്ദിയില്ലാത്തവരായി പോകുന്നു എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നു. അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ, അതവർ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, അവരിലേക്ക് അവരുടെ ഇഷ്ടപ്രകാരം നിങ്ങളിലേക്ക് വരാൻ കഴിയുന്നില്ല. എന്നാൽ അവർക്ക് രണ്ടുപേരും പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് അവർ ഹാങ്ഡായി കിടക്കുന്നതായിട്ടുള്ളൊരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണ് വിട്ടുപോകുവാൻ പറ്റുന്നില്ല, നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ പറ്റുന്നില്ല. അവരുടെ പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നോ വിട്ടു മാറിപ്പോകുവാൻ പറ്റാത്ത ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ശരിക്കും വിഷമിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. അവർക്ക് അവരുടെ കണ്ണും കൈയും ഒക്കെ കെട്ടി ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് അനങ്ങാൻ പോലും വയ്യാത്ത മാനസികാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഒരുപാട് ബേർഡൻ അവർ ചുമക്കുന്നുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സമയം നേരെയാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് മെസ്സേജ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്ത് മെസ്സേജാണ് ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നു അവർക്ക് കംഫർട്ട് ഫീൽ നിങ്ങളുമായിട്ട് കിട്ടുന്നില്ല. അതിന് കാരണം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് കംഫർട്ട് ഫീല് ലഭിക്കാത്തതിന് കാരണം? ഓക്കെ, നമുക്കൊരു കാർഡ്സും കൂടി എടുക്കാം. ചോദ്യം നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് കംഫർട്ട് ഫീല് ലഭിക്കാത്തതിനുള്ള കാരണം? ഇവിടെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളെ മാനസികമായി തകർത്തിരിക്കുന്നു, നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മോഷ്ടിച്ചു പോയിരിക്കുന്നു. അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് തിരിച്ച് നിങ്ങളിലേക്ക് വരാനും ഒരു കംഫർട്ട് ഫീല് ലഭിക്കാത്തതും. ഓക്കെ, ഒരിക്കലും നിങ്ങൾ അവരെ മനസ്സിലാക്കിയിരുന്നില്ല എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ അവരുടെ പേരൻസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടുള്ളതായിരിക്കാം. ഓക്കെ, താങ്ക് യു. എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗോഡ് ബ്ലെസ് യു.